കെട്ടുനിറച്ച് നാനാദേശത്തു നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിൽ തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ച് പരമ്പരാഗത കാനന നടപ്പാതയിലൂടെ ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. എരുമേലിയിൽ എത്തുന്ന അയ്യപ്പന്മാർ പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നു. ചായക്കൂട്ടുകൾ തേച്ച് പച്ചിലക്കൊമ്പുകളുമേന്തി ചുവട് വയ്ക്കുന്നതാണ് എരുമേലി പേട്ടതുള്ളൽ. പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളി ഇറങ്ങി വാവരുപള്ളിയിൽ പ്രദക്ഷിണം വെച്ച് ചുവട് വെച്ച് വലിയമ്പലത്തിൽ അവസാനിക്കുന്നു. എരുമേലിയിൽ നിന്നും പരമ്പരാഗത നടപ്പാത വഴി 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ പേരുത്തോട്ടിൽ എത്തുന്നു. പേരുത്തോട്ടിലെ മീനിന് കടലയും പൊരിയും നൽകുന്ന ചടങ്ങുണ്ട്. പേരുത്തോട്ടിൽ നിന്നും നടപ്പാതയിലൂടെ സഞ്ചരിച്ച് ഇരുമ്പുന്നിക്കര മഹാദേവ ദേവീ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ നടന്ന് കാണിക്ക മണ്ഡപം കഴിയുമ്പോൾ ഇരുമ്പുന്നിക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നു. ഇവിടെ പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് നടത്തം തുടരുന്നു. 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇരുമ്പുന്നിക്കര ശ്രീ ബാലഭദ്ര ക്ഷേത്രത്തിൽ എത്തുന്നു. ഇവിടെ തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് നടന്ന് വലിയ കയറ്റം കയറി ചെല്ലുമ്പോൾ കോയിക്കടവ് ശിവ നാഗേശ്വര ക്ഷേത്രം കാണാം. നടപ്പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്രമ കേന്ദ്രവും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കാണാം. ഇവിടെ വരെ വാഹന സൗകര്യം ഉണ്ട്. ഇവിടം കഴിഞ്ഞാൽ കാനന നടപ്പാതയാണ്. കാട്ടിൽ കൂടി കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ തലപ്പാറമല എന്ന സ്ഥലത്ത് എത്തുന്നു. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ വിശ്രമിക്കാനിരുന്ന സ്ഥലമാണിത്. ഇവിടെ ആനശല്യം കൂടുതൽ ഉള്ളതുകൊണ്ട് മണ്ഡലകാലത്തിൽ മാത്രമാണ് താൽക്കാലികമായി അമ്പലങ്ങൾ നിർമ്മിക്കുന്നത്. തലപ്പാറമലയിൽ നിന്ന് നടത്തം തുടർന്ന് പ്രധാന ഇടത്താവളമായ കാളകെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ എരുമേലിയിൽ നിന്നും 12 കിലോമീറ്റർ ദൂരം പിന്നിട്ടിട്ടുണ്ടാവും. കോഴഞ്ചേരി പുതിയ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പള്ളിക്കെട്ട് നടത്തിയിട്ടുള്ള ഗോകുനാഥ പൂജാതന രാജേഷ് സ്വാമിയോട് ഒരു വഴിപാടാണ്. രാജേഷ് സ്വാമിയോട് പാദബലം നൽകണം, ദേഹബലം നൽകണം, ശബരിഗിരീശന്റെ പുണ്യദർശനം നൽകണം. അനുഗ്രഹ കുടുംബത്തെ സമ്പത്ത് സൗഭാഗ്യ ശത്രുവർഷന് എല്ലാ വിഘ്നങ്ങളും വഹിക്കും. സ്വാമിയോർക്കും സ്വാമിയുടെ കുടുംബം, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭാര്യ, കുട്ടികൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ദീർഘായുസ് ലഭിക്കുന്നതിലേക്ക് ശബരിമാമല വഴി അയ്യപ്പ ഭഗവാന്റെ കാളകെട്ടിൽ വേണം. മഹാദേവന്റെ മഹേശ്വരി വൈകുണ്ഠനാഥന്റെ അനുഭവദേവന്റെ കന്നിമൂല ഗണപതി ഭഗവാന്റെ ദേവാദിദേവന്മാരുടെ കരുണാകടാക്ഷങ്ങൾ ലഭിക്കുന്നതിലേക്ക് ദേവാദിദേവ തൃപ്പാദ പത്മങ്ങളിൽ അയ്യപ്പ. കാളകെട്ടിയിൽ നിന്ന് യാത്ര തുടർന്ന് അഴുതയും കല്ലിടാംകുന്നും ഇഞ്ചിപ്പാറ കോട്ടയ അമ്പലവും മുക്കുഴിയിലെയും കാഴ്ചകൾ കാണുന്നതിനായി വാസ്തുമഠം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ അമർത്തുക.